നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വെംബ്ലിയിൽ ഇന്ന് തീപറക്കുന്ന പോരാട്ടമാണ്, ഒരു കിരീട പോരാട്ടം. മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ കറബാവോ കപ്പിൻ്റെ ഫൈനലിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ഏറ്റുമുട്ടുന്നത്. ആര് കിരീടത്തിലേക്ക് എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് ടീമുകളാണ് പ്രീമിയർ ലീഗിൽ 1-2 സ്ഥാനങ്ങളിലായിട്ട് പോരടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആഴ്സണൽ 31 കളിയിൽ നിന്ന് 70 പോയിൻറ്റോടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ 30 കളിയിൽ നിന്ന് 61 പോയിൻ്റ് സിറ്റിക്കുള്ളൂ. അവിടെ വ്യക്തമായ ആധിപത്യം ആഴ്സണലിനുണ്ട്. പക്ഷേ ഈ കിരീടം കൈവിട്ട് കളയാതിരിക്കാൻ കഴിയാവുന്നതൊക്കെ ചെയ്യുമെന്ന് പെപ്പ് പറയുമ്പോൾ അവിടെ മാസ്റ്ററും അപ്രൻറ്റീസും തമ്മിലുള്ള ഒരു പോരാട്ടം. പെപ്പ് ഗാർഡിയോളയും മൈക്കിൾ ആർട്ടിറ്റയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ പ്രീമിയർ ലീഗിലാവട്ടെ ചാമ്പ്യൻസ് ലീഗിലാവട്ടെ കുതിക്കുകയാണ് ആഴ്സണൽ. സിറ്റിയുടെ അവസ്ഥ അതല്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സിറ്റി തന്നെയാണ്. അതുകൊണ്ടൊരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ ആർട്ടിറ്റ തൻ്റെ പ്ലേയിങ് 11-നെക്കുറിച്ച് സ്ക്വാഡിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഇഞ്ചുറി ആർക്കുമില്ല, ഇപ്പോൾ ഒരു ഇഞ്ചുറി ഞാൻ പറയുന്നില്ല, ഇനിയും ട്രെയിനിങ് സെഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ടിംബറും ഒഡേഗാർഡും കളിച്ചേക്കും എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. എബ്രഷീസയുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകളും സംശയങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. പെപ്പ് ഗാർഡിയോള പറയുന്നു തൻ്റെ ടീമിൻ്റെ ഈ സീസണെക്കുറിച്ച്, അതുപോലെ തന്നെ എന്ത് സംഭവിക്കും ഇനി എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ ഈ സീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം മോർ ദാൻ ഡീസൻ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ടൈറ്റിൽസ് വെച്ചിട്ടാണ് സീസണെ നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ഈ കിരീടം വേണം. പക്ഷേ കഴിഞ്ഞ സീസണിലോ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയിരുന്നു, FA കപ്പിൽ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് സിറ്റിയുടെ സ്ക്വാഡിന് ഇപ്പം എന്താണ് മിസ്സിങ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയാം അത്, പക്ഷേ ഞാൻ നിങ്ങളോട് എന്താണെന്ന് പറയില്ല, പക്ഷേ എനിക്കറിയാം, പ്ലെയേഴ്സിനും അതറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഏതായാലും പെപ്പ് സാധാരണഗതിയിലുള്ള പോലെ അത്ര വലിയൊരു ആത്മവിശ്വാസത്തിലല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതേസമയം ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് ആർട്ടിറ്റയുടെ ടീമുള്ളത്. ഇന്നൊരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കാം. ആ ഒരു കിരീടം ചൂടും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.